നിങ്ങളുടെ പേഴ്സൻ്റെ ട്രൂ ഫീലിങ്സ് എന്താണ്? അവര് ഇപ്പോൾ എന്താണ് നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ നിങ്ങളിൽ കൂടുതൽ പേരും നോ കോൺടാക്ട് സിറ്റുവേഷൻ തന്നെയാണെന്ന് ഇവിടെ കാണുന്നുണ്ട്. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ ഈ ഒരു സമയത്തായിട്ട് ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. മേ ബി അതൊരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പാരൻസ്, അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇൻവോൾവ്ഡ് ആയി എന്നുള്ളത് കാണുന്നുണ്ട്. പക്ഷെ ആ ഒരു കാര്യം ഈ വ്യക്തി നിങ്ങളോട് മറച്ചു വെക്കുകയും അതിൻ്റെ പേരിൽ നിങ്ങൾക്കിടയിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവുകയും അവര് നിങ്ങളിൽ നിന്നും സെപ്പറേറ്റ് ആയി പോയതായിട്ടുമാണ് ഇവിടെ വ്യക്തമാവുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് തവണ ഈ വ്യക്തിയെ ചേസ് ചെയ്തിരുന്നു. ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് നിങ്ങൾ എടുത്തിരുന്നു. ആ ഒരു സമയത്തെല്ലാം ആ വ്യക്തി മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ആ വ്യക്തി ശ്രദ്ധ ചെലുത്തുകയും നിങ്ങളെ അവോയ്ഡ് ചെയ്യുകയും ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആ ഒരു സമയത്ത് ഇതിനോടകം തന്നെ നിങ്ങൾ ഒരുപാട് ലൈഫ് ലെസൺസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഹീല് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു വിഷമം, ഈ ഒരു സങ്കടത്തിൽ നിന്നും എങ്ങനെയാണ് നിങ്ങൾ മുക്തരാകേണ്ടത് എന്നുള്ള ഒരു ചിന്തയിലാണ് ഇപ്പോൾ നിങ്ങൾ ഉള്ളതെന്ന് കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ വന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നിച്ച് ചേരാനായിട്ട് ഒരുപാട് ഭയം ആ വ്യക്തിക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. ഫിയേഴ്സ് ഓഫ് കമ്മിങ് ടുഗദർ. പക്ഷേ എങ്കിൽ പോലും എല്ലാ ഒബ്സ്റ്റക്കിൾസും എല്ലാ ചലഞ്ചസും മറികടന്ന് അവർ നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുമുണ്ട്. പക്ഷേ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒരു എൻഡിങ് ഇവിടെ കാണുന്നുണ്ട്. അതാണ് ഇവിടെ ഒരു പ്രതീക്ഷ തരുന്ന ഒരു കാർഡാണ്. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇത്രയും നാളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ കാരണമാണ് നിങ്ങൾക്കിടയിൽ ഈ സെപ്പറേഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ ഈ വ്യക്തി ഇപ്പോൾ ഓവർകം ചെയ്തു വരുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു ടവർ മൊമെന്റ് ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻ തരുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ്. നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ബാലൻസിങ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ ലെസൺസ് ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ഒരുപാട് വേദന നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതുവരെ നിലനിന്നിരുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നതായിട്ടും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നുള്ളൊരു മെസ്സേജ് കൂടിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു സന്തോഷം, നിങ്ങളുടെ ലൈഫിൽ എന്ത് ബാഡ് സിറ്റുവേഷൻ ആയിരുന്നാലും അതെല്ലാം നിങ്ങൾ സഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്ത് നെഗറ്റീവ് ആയിരുന്നാലും ഈ വ്യക്തി നിങ്ങളെ എത്ര അവോയ്ഡ് ചെയ്തിരുന്നാലും നിങ്ങൾക്ക് അവരോടുള്ള ഡീപ്പ് ഫീലിങ്സ് എന്ന് പറയുന്നത് വളരെ വളരെ ആഴമേറിയതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രണയത്തിന് മുന്നിൽ, ആ ഒരു സ്ട്രോങ് ഫീലിങ്സിന് മുന്നിൽ എന്ത് ബാഡ് സിറ്റുവേഷനോ എന്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരുന്നാലും അതെല്ലാം തകർന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഈ വ്യക്തി തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളോടുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ആണ്. നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു വ്യക്തിയെ കാണാൻ പോലും ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് കഴിയുന്നില്ല. മേ ബി ആ വ്യക്തിയുടെ പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം ഈ റിലേഷൻഷിപ്പിനെ എതിർക്കുന്നത്. പക്ഷേ അതിനുള്ള ഒരു കറേജ് ഈ വ്യക്തി ഇപ്പോൾ നേടിയെടുക്കുന്നതായിട്ടും ഈ സിറ്റുവേഷൻസ് എല്ലാം ഓവർകം ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തുകൊണ്ടുള്ള അഫർമേഷൻസ് നിങ്ങൾ എഴുതുകയോ പറയുകയോ ചെയ്യുന്നത് വളരെ വളരെ ഉത്തമമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി പറയുക. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വളരെ വളരെ നല്ലതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഒരുപാട് പ്രതീക്ഷ തരുന്നൊരു റീഡിങ് തന്നെയാണിത്. വളരെ പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ,
ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ബ്രേക്ക് ഉണ്ടാവുകയാണ്. അതായത് ഇപ്പോൾ സെപ്പറേഷനിലായിരിക്കുന്നുണ്ടെങ്കിൽ അത് മാറിയിട്ട് നിങ്ങൾ കോണ്ടാക്റ്റിൽ വരാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. കാരണം ഇതൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾക്കിടയിലുള്ളത്. വളരെ കമ്മിറ്റ്മെന്റ്, നിങ്ങൾക്ക് ഒരുപാട് കമ്മിറ്റ്മെന്റ് തരണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. വളരെ ഡീപ്പായിട്ടുള്ള ഫീലിങ്സ് ആണ് ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള ഈ ഒരു സെപ്പറേഷനിൽ ഒരു ബ്രേക്ക് ഉണ്ടാവാണ്. ഓക്കെ, ഐ ലോസ്റ്റ് മൈ ട്രൂ ലവ്. ഓക്കെ, അവർക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ട്. അവരുടെ യഥാർത്ഥമായ ലവ് ആണ് അവർക്ക് നഷ്ടമായി പോയത്. നിങ്ങളെ അവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവാം. ഐ ആം സ്റ്റാർട്ടിങ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് കണക്ഷൻ. ഓക്കെ, നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കണക്ഷനെ അവരിപ്പോൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ ഒരു സമയത്ത് അവർ ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദെൻ ഐ മിസ് യു. ഓക്കെ, അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ലെറ്റർ കെ, നമ്പർ 10, ലെറ്റർ ടി, 12 ആൻഡ് എസ് ലെറ്റേഴ്സ് ആർ ഹിയർ. അതൊരു ക്ലൂ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇതിലുള്ള ഒരു ലെറ്റേഴ്സ് ആണ്. ആൻഡ് വിൽ യു അക്സെപ്റ്റ് മീ അഗൈൻ. ഓക്കെ, എന്നെ നീ വീണ്ടും അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് ആ വ്യക്തി ചോദിക്കുന്നു. ഓക്കെ, what they want to tell you. I know you still love me. ഇപ്പോഴും നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ഐ എം റെഡി ടു ടെൽ യു ദ ട്രൂത്ത്. ഓക്കെ, എന്താണ് അവരുടെ ലൈഫിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്കിടയിൽ ഈ സെപ്പറേഷൻ ഉണ്ടായത് എന്നുള്ള ഒരു ട്രൂത്ത് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഐ വോണ്ട് ടു ചേഞ്ച്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് വരുത്താൻ അല്ലെങ്കിൽ ആ വ്യക്തിയിൽ ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, സം ഫാമിലി ഇഷ്യൂസ് ഇൻ മൈ ലൈഫ് നൗ. ഈ ഒരു സമയത്ത് അവരുടെ ഫാമിലിയിൽ എന്തൊക്കെയോ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. ഐ വിഷ് ടു സർപ്രൈസ് യു. അവര് നിങ്ങളെ സർപ്രൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്തോ ഒരു സർപ്രൈസ് അവർ, ചിലപ്പോൾ ഒരു ഗിഫ്റ്റ് അവർ നിങ്ങൾക്ക് തരുന്നുണ്ടാവാം. അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കുന്ന സമയത്ത് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുമായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേയിൽ അവർ നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ടാവാം. ഓക്കെ, ഐ വിൽ ഫൈറ്റ് ടിൽ ദി എൻഡ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും എന്ത് ഫൈറ്റ് ചെയ്യാനും ആ വ്യക്തി റെഡിയാണ്. നിങ്ങളെ നേടിയെടുക്കാൻ അവർ അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി ഐ ലവ് യു, ഐ വിൽ ടെക്സ്റ്റ് യു. ഓക്കെ, നിങ്ങൾക്ക് മേ ബി അവരൊരു മെസ്സേജ് അയക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളെ ഒരുപാട് പ്രണയിക്കുന്നുണ്ട്. ആൻഡ് ഫോട്ടോസ് സ്പൈയിങ്. ഓക്കെ, അവർ നിങ്ങളെ ഒരുപാട് സ്പൈ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഫോട്ടോസ് എസ്പെഷ്യലി അവരുടെ കയ്യിൽ നിങ്ങളുടെ ഫോട്ടോസ് ഉണ്ടായിരിക്കാം. അവർ ഫോട്ടോസ് ഡെയിലി വാച്ച് ചെയ്യുന്നുണ്ടാവാം. സോഷ്യൽ മീഡിയാസിലൂടെ അവർ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്, സ്പൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ.